மார்கழி பூவே மார்கழி பூவே உன்மடி மேலே ஓரிடம் வேண்டும். மார்கழி பூவே மார்கழி பூவே உன்மடி மேலே ஓரிடம் வேண்டும். மிசை மேல் கண்கள் மூடவும் இல்லை, உன்மடி சேர்ந்தால் கனவுகள் கொள்ளை. மிசை மேல் கண்கள் மூடவும் இல்லை, உன்மடி சேர்ந்தால் கனவுகள் கொள்ளை. மார்கழி பூவே மார்கழி பூவே உன்மடி மேலே ஓரிடம் வேண்டும். பூக்களை பிரித்து புத்தகம் படிப்பேன், புல்வெளி கண்டால் புயல் போல் பிடிப்பேன். நான் மட்டும் இரவில் தனிமையில் நடப்பேன், நடைபாதை கடையில் தேனியை குடித்தேன். வாழ்க்கையின் ஒரு பாதி நான் இங்கு வசித்தேன், வாழ்க்கையின் மறும் பாதி நான் இங்கு ரசித்தேன். காற்றில் வரும் வேகம் போலே நான் இங்கும் நிகப்பேன். மார்கழி பூவே மார்கழி பூவே உன்மடி மேலே ஓரிடம் வேண்டும். வரும் வண்டுக்கு சிந்தி தந்துவிடும் செம்பூக்கள் கொஞ்சி, ஆட வரும் பெண்ணுக்கு சந்தம் தந்துவிடும் மைனாக்கள் இன்பம். ஆட வரும் வண்டுக்கு சிந்தி தந்துவிடும் செம்பூக்கள் கொஞ்சி, பாட வரும் பெண்ணுக்கு சந்தம் தந்துவிடும் மைனாக்கள் இன்பம். காவிரி மணலில் நடந்ததும் இல்லை, கடற்கரையலையில் கால் வைத்ததில்லை. சுதந்திர வானில் பறந்ததும் இல்லை, சுட சுட மழையில் நனைந்ததும் இல்லை. சாலையில் நானாக போனதும் இல்லை, சமயத்தில் நானாக ஆனதும் இல்லை. ஏழை மகள் காணும் பிம்பம் நான் காணவில்லை. மார்கழி பூவே மார்கழி பூவே உன்மடி மேலே ஓரிடம் வேண்டும். மார்கழி பூவே மார்கழி பூவே உன்மடி மேலே ஓரிடம் வேண்டும்.
അയന, അയനയ്ക്ക് എന്ത് തോന്നുന്നു അയനയുടെ പെർഫോമൻസിനെ പറ്റിയിട്ട്? കുഴപ്പമില്ലാണ്ട് പാടിയല്ലേ? ഓൾറൈറ്റ്, ഒന്ന് ജഡ്ജസിന്റെ എന്താ വിചാരം എന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. തേജു സർ. കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ഫസ്റ്റ് ചരണവും സെക്കൻഡ് ചരണവും കുറേ ഷാർപ്പായിരുന്നു പാടിയത്. അതുപോലെ ലാസ്റ്റ് പല്ലവി ഓവറോൾ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇന്നത്തെ അതിൻ്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ഇന്നലെ രാഹുൽ പറഞ്ഞത് വളരെയായിട്ട് എഫക്റ്റ് ചെയ്തെന്ന് തോന്നി. ചിരിച്ച് പാടുന്ന അതിനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ല ഡ്രസ്സും ഹെയർ സ്റ്റൈലും നന്നായിട്ടുണ്ട്. ശ്രദ്ധിക്കാം മോള്, എന്നുവെച്ചാല് പല്ലവി ഭയങ്കര ഷാർപ്പായിരുന്നു. സോറി, പല്ലവി അല്ല, ഫസ്റ്റ് ചരണവും സെക്കൻഡ് ചരണവും. ലാസ്റ്റ് പല്ലവി അതേമാതിരി ചെറിയ പിന്നെ കുറെ മൈന്യൂട്ട് പ്രശ്നങ്ങളുണ്ട്, ഞാൻ എല്ലാ എടുത്ത് പറയുന്നില്ല. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു തേജു സർ. രഞ്ജിനി. ഹായ് അയന. ചെറിയ പേടി ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നോ? എനിക്ക് ഇടയ്ക്ക് എവിടെയൊക്കെ തോന്നി, കാരണം എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് നല്ല മാർക്ക് തരണേ എന്നുള്ള ചിരിയായിരുന്നു. നന്നായിരുന്നു അയന. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഒരു സിംഗർ, ഒരു ഡിഫറെന്റ് വോയിസിന്റെ ഉടമയാണ് അല്ലേ ഈ സിംഗർ. അവര് പാടിയിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ നല്ലൊരു ഫീൽ ഉണ്ട് ഈ പാട്ടിന് അല്ലേ? അപ്പൊ ഡെഫിനറ്റ്ലി അത് ചെറിയ ചില സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് ലാക്കിംഗ് ആയിട്ട് തോന്നി എനിക്ക്. അതുകൊണ്ടാണ് പേടി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചത്. അല്ലെങ്കിൽ ഇറ്റ് വാസ് റിയലി നൈസ്. ഹമ്മിങ് കുറച്ചെന്തോ വ്യത്യാസമുള്ള മാതിരി എനിക്ക് തോന്നി ഒറിജിനലിൽ നിന്നും. ഒന്ന് ശരിക്കും ഒന്ന് കേൾക്കുക. പിന്നെ ലിറിക്സും ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്സ് തേജേട്ടൻ പറഞ്ഞ പോലെ. അല്ലെങ്കിൽ ഇറ്റ് വാസ് റിയലി നൈസ്. ഇറ്റ് വാസ് ലവ്ലി ലിസ്ണിംഗ് ടു യു. താങ്ക് യു രഞ്ജിനി. രാഹുൽ ജി. ഈ സോങ് റഹ്മാന്റെ സോങ് എന്ന് പറയുന്നത് റഹ്മാൻജിയുടെ വളരെ പോപ്പുലറായ വളരെ ഹിറ്റായിട്ടുള്ളൊരു സോങ് ആണ്. റഹ്മാന്റെ കോമ്പോസിഷൻസിന്റെ ഒരു പ്രത്യേകത, എല്ലാ പാട്ടിലും ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് അല്ലെ 2-3 കൺസെപ്റ്റുകൾ ഫ്യൂസ് ചെയ്തിട്ട് ഒരു പാട്ടുണ്ടാക്കുക. ഇതിലിപ്പോൾ വന്നിട്ട് എനിഗ്മയുടെ ഒക്കെ ഒരു ജോണർ നമ്മളുടെ സുപ്രഭാതമായിട്ട് കമ്പൈൻ ചെയ്ത് ആ ജോണറിൽ പെട്ട ഒരു വെസ്റ്റേൺ മൈനർ സ്കെയിലിലെ ഒരു കറസ്പോണ്ടിങ് കസിൻ എന്ന് പറയാവുന്ന ഒരു ഹിന്ദോള രാഗം എടുത്തിട്ട്, ബ്ലൂസ് സ്കെയിലിൽ രാഗം എടുത്തിട്ട് അതിൽ സോങ് കമ്പോസ് ചെയ്തിരിക്കുക. പാടുന്ന രീതി ഇന്ത്യൻ സ്റ്റൈല് കർണാട്ടിക് രീതിയിൽ പാടിയിരിക്കുന്നു. സുപ്രഭാതം ആക്ച്വലി വേറൊരു സ്കെയിലാണ് വരുന്നതെങ്കിലും അത് ശ്രുതിഭേദം ചെയ്ത് ഈ സ്കെയിലോട്ടാക്കി ഒരു 2-3 കൺസെപ്റ്റുകൾ സമന്വയിക്കുന്ന ഒരു സൂപ്പർബ് കോമ്പോസിഷനാണ്. അത് എടുത്തതിലും അതിന്റെ ഫസ്റ്റ് പറയാനുള്ളത് ഇതിന്റെ ബാക്കിംഗ് ഇത്ര നന്നായതുകൊണ്ടാണ് ഈ സോങ് ഇത്ര സൂപ്പർബായിട്ട് വന്നത്. ഈ സോങ്ങിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു സിൽക്കി വോയിസ് എന്നുള്ള രീതിയിൽ തന്നെ പാടി ഒരു കുറച്ച് ഹസ്കിനെസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ ഹസ്കിനെസ് ഒറിജിനൽ വോയിസിൽ ഉണ്ടായിരുന്നു. രഞ്ജിനി പറഞ്ഞ പോലെ ഒറിജിനൽ സിംഗർ കുറച്ചൊരു ഫീൽ ഇൻപുട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം അത് ചെറുതായിട്ട് ലാക്കിംഗ് എന്ന് പറയില്ല. ദിസ് ഇസ് യുവർ സോങ് റൈറ്റ് നൗ, ദിസ് ഇസ് യുവർ സോങ് അല്ലേ? പിന്നെ കുറ്റങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഉൺമുടി ചേർന്നാൾ കനവുകൾ എന്നൊക്കെ പറയുന്ന പോർഷൻ അവിടെ ഫ്ലാറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഈ സെക്കൻഡ് ചരണമില്ലേ, തൊട്ട് മുമ്പ് ഒരു ആലാപുണ്ട് അല്ലേ, ആ ആലാബ് കുഡ് ഹാവ് ബിൻ സങ് ബൈ അനദർ സിംഗർ. കാരണം അത് പാടിയത് കൊണ്ട് ബ്രത്ത് പോയി. ചരണത്തിലോട്ട് എത്തുന്നതിന് മുമ്പ് ആലാബ് വേറൊരാൾ പാടിയിരുന്നെങ്കിൽ ആ ചരണം പാടാൻ യു കുഡ് ഹാവ് ബിൻ മോർ പ്രിപ്പയർഡ്. ബ്രത്തൊക്കെ എടുത്ത് റെഡിയായി നിൽക്കാമായിരുന്നു. അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ. പിന്നെ കോറസ് ഇത്തിരി കൂടെ നന്നാകാമായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. അവര് പകുതി മനസ്സോടുകൂടിയാണ് കോപ്പറേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇത്തവണ. കാരണം അയനെ തിരിഞ്ഞൊക്കെ നോക്കിയിട്ടാണ് അവർ ഒന്ന് ഉഷാറായി വന്നത്. അത് ശ്രദ്ധിക്കണം കേട്ടോ. കോറസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ സപ്പോർട്ട് കൊടുത്താൽ അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. വെരി ഗുഡ്. താങ്ക് യു ജഡ്ജസ്. അയന, ഗുഡ് റിവ്യൂ ആണ്, നല്ല റിവ്യൂ ആണ്. AR റഹ്മാൻ സാറിന്റെ വളരെ ഒരു ഫേമസ് സോങ് ആണ് അയന പാടിയത്. ആൻഡ് യു ആർ സെൽഫ് സാറ്റിസ്ഫൈഡ്. നമുക്ക് ജഡ്ജസിനോട് റേറ്റിംഗ്സ് എന്താണ് അയനയുടെ പെർഫോമൻസിന് ചോദിക്കാം. രാഹുൽ ജി. I would give highest in top. 95. Tejata? I'm giving top. And Ranjini? Top. Consistent rating, Aina. And for that, Artha performance, all the very best, Aina. Thank you, Aina, so much. Moving on, a commercial break. We are going to be coming right back. We have ഇനിയും വണ്ടർഫുൾ മനോഹരമായ പെർഫോമൻസസ് ബാക്കിയുണ്ട്. സോ സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് ജോയ് ആലുക്ക, സ്റ്റാർ ഓഫ് സ്റ്റാർസ്.